ഞങ്ങൾ ആദ്യം മുതലേ പൂർണ്ണമായ പിന്തുണ ഗവൺമെൻറ് നൽകിയിരുന്ന, പക്ഷേ ദൗർഭാഗ്യവശാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ആ നടപടികൾ ത്വരിതപ്പെടുത്താനുള്ള ഒരു ശ്രമവും കാണുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ പൂർണ്ണമായ അവഗണന ഈ ദുരന്തത്തിലേക്ക് നൽകിയിരിക്കുകയാണ്. ഒരു പണം പോലും നൽകില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായി ഉള്ള പ്രതിഷേധം ഉണ്ടാവും. അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ വിളിക്കുകയാണ്. പലതരത്തിൽ താമസിക്കുന്ന, വാടക വീടുകളിൽ താമസിക്കുന്ന, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പാവങ്ങളെല്ലാം വിളിക്കുകയാണ്. ഒരു തരത്തിലുള്ള രീതിയിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് എനിക്ക് സംസ്ഥാന സർക്കാരോട് പറയാനുള്ളത്, കേന്ദ്ര ഗവൺമെൻറ് അവഗണന കാണിച്ചാൽ നമുക്ക് നേരിടാം അതിനെ. പക്ഷേ സംസ്ഥാനത്ത് കിട്ടിയ പണം പോലും അതിനുവേണ്ടി ചെലവഴിക്കാതിരിക്കുന്നതും, വീട് വയ്ക്കാനുള്ള സ്ഥലം ഇത്രയും മാസങ്ങളായിട്ട് കണ്ടുപിടിക്കാതിരിക്കുന്നതും ഗുരുതരമായ കൃത്യവിലോപം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അടിയന്തരമായി അത് പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കണം എന്നാണ് അഭ്യർത്ഥന. അല്ലെ, അവരുമായിട്ട് ഒരുമിച്ച് ഒരു സമരവും ഞങ്ങളില്ല, ആ പരിപാടിയില്ല. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സമരം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്ക് സമരം ചെയ്യും. കിട്ടുന്ന അവസരങ്ങൾ പാർലമെൻറ്റിലും ഞങ്ങളുടെ അംഗങ്ങൾ ശക്തിയായി കേന്ദ്രത്തിനെതിരായി പറയും. കേരളത്തിലും ആദ്യമായി കേന്ദ്ര അവഗണനയ്ക്കെതിരായി പ്രതിപക്ഷം തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. രണ്ടാമതൊരു വിഷയമുള്ളത്, നമുക്ക് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹർ കൈപ്പറ്റുന്നു എന്നുള്ളതാണ്. എവിടെയായിരുന്നു ഗവൺമെൻറ്? 2022 CAG കൃത്യമായി ഇത് ചൂണ്ടിക്കാണിച്ചാണ്. CAG ഡയറക്റ്റായിട്ട് പറഞ്ഞതാണ്, അനർഹരായ ധാരാളം ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നു. 2 വർഷമായിട്ടിത് പരിശോധിക്കാൻ പോലും ഗവൺമെൻറ് തയ്യാറായില്ല. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്പാർക്ക് ഉണ്ട്, അതുപോലെ സേവന ഇതുണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം ശമ്പളക്കാരെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നുണ്ടോ. ഇതുവരെ അത് പരിശോധിച്ചിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല, ഒരു തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടില്ല. ഇപ്പോൾ ഇതുമായി മുന്നോട്ട് വരാൻ കാരണം എന്താണ് എന്നെനിക്കറിയില്ല. എന്തായാലും ഗുരുതരമായ ഒരു കാര്യമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹരായ ആളുകൾ വാങ്ങിക്കുന്നു എന്നുള്ളത്. അതിനെതിരായിട്ടുള്ള ശക്തമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അല്ല, അതെങ്ങനെ വേറെ ആരുടെയെങ്കിലും പ്രോപ്പർട്ടി എങ്ങനെ ഏറ്റി വാങ്ങണത്? അത് പണം കൊടുക്കാതെ മേടിക്കുന്നത് എങ്ങനെ? വേറെ ആരുടെയെങ്കിലും പ്രോപ്പർട്ടി, ഒരാളുടെ പ്രോപ്പർട്ടി അക്വയർ ചെയ്ത് വാങ്ങിക്കണമെങ്കിൽ പണം കൊടുക്കണ്ടേ? പണം കൊടുക്കാതെ എങ്ങനെ പ്രോപ്പർട്ടി ആരെങ്കിലും പ്രോപ്പർട്ടി കിട്ടുമോ? ഇത്രയും വലിയ പ്രോപ്പർട്ടി കിട്ടുമോ? ഇല്ലെങ്കിൽ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച് ഒരു ധാരണ ഉണ്ടാക്കി ഈ സ്ഥലം വാങ്ങിക്കണം. ഈ സ്ഥലം സർക്കാരിൻ്റെ ആണെന്ന് പറഞ്ഞ് ഇവർ ഈ പ്രോപ്പർട്ടി അക്വയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന വ്യവഹാരമായിരിക്കും അതിൻ്റെ ഫലം, ഇല്ലേ? അവർ കോടതിയിൽ പോയി ഇപ്പോൾ സ്റ്റേ മേടിച്ചു. അങ്ങനെ അല്ലാത്ത ഇഷ്ടംപോലെ സ്ഥലം അവിടെ ഉണ്ടല്ലോ. ഇപ്പം ഞങ്ങൾ തന്നെ ആദ്യം സജസ്റ്റ് ചെയ്തത്, ഞങ്ങളുടെ 100 വീട് ഞങ്ങൾ 15 ഏക്കർ സ്ഥലം വാങ്ങിച്ച് ചെയ്തു കൊടുക്കാമെന്നാണ്. അപ്പോൾ സർക്കാർ പറഞ്ഞില്ല, സർക്കാർ വാങ്ങിക്കുന്ന സ്ഥലത്ത് ഇതെല്ലാം ചെയ്യണമെന്നാണ്. ഞങ്ങളതിനോട് യോജിച്ചു. മുഖ്യമന്ത്രി ഞങ്ങളുമായിട്ട് ചർച്ച നടത്തി പല പ്രാവശ്യം. ഞങ്ങൾ ആ സർക്കാരിൻ്റെ ആ നിലപാടിന് പിന്തുണ കൊടുത്തു. പക്ഷേ സർക്കാരിനെ കൊണ്ട് ഇത്രയും വീട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. വ്യവഹാരങ്ങൾ ഉണ്ടാക്കുന്ന ദുരന്തബാധിതരുടെ പുനരധിവാസത്തിലെ കാലതാമസത്തിൽ വിമർശനം ഉയർത്തുകയാണ് പ്രതിപക്ഷ നേതാവ്. ഇനിയും മുന്നോട്ടാണെങ്കിലും യോജിച്ച സമരത്തിനുള്ള കേന്ദ്രത്തിനെതിരെ തങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രതിഷേധിക്കാൻ കഴിയും എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു.